ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ട്രിവാൻഡ്രത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാരാവടയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ കാരാവട തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളും അതുപോലെ തന്നെ വളരെ രുചികരവുമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഫസ്റ്റ് നമുക്കിതിന് വേണ്ടി വേണ്ടത് പച്ചരിയാണ്. കുതിർത്ത പച്ചരി 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകി അരച്ച് ഇതിലേക്കൊന്ന് മാറ്റാം. വളരെ കുറഞ്ഞ അളവിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു അളവിൽ മാത്രം എടുത്താൽ മതിയാവും. നമ്മുടെ അരിയെല്ലാം ഒന്ന് അരച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഉഴുന്നും കൂടി. അപ്പോൾ ഉഴുന്നും 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. കഴുകി വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിയിട്ട് അതുകൂടി അതിലേക്കൊന്ന് അരച്ച് ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ചേർക്കരുത്. അരയാനും ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട്. വളരെ കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ഉഴുന്നും അരിയൊക്കെ എടുക്കുന്നത്. അതിൻ്റെ പേരിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോഴത്തേക്കും തരിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഒന്ന് അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മുടെ കാരാവടയുടെ മെയിനായിട്ടുള്ള വടപ്പരിപ്പും കൂടിയാണ്. നമ്മൾ സാധാരണ പരിപ്പോടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വാങ്ങില്ലേ വടപ്പരിപ്പ്, ആ സെയിം വടപ്പരിപ്പ് തന്നെയാണ്. കടലപ്പരിപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ സാമ്പാർ പരിപ്പുണ്ടല്ലോ, തോരപ്പരിപ്പ്, അതെടുക്കരുത്. അപ്പോൾ ഈ 2 പരിപ്പിൽ ഏതെങ്കിലും ഒരു പരിപ്പ് എടുക്കാവൂ. 1/2 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതുകൂടി ചേർക്കാം. ഇത് നമുക്ക് അരയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് അങ്ങനെ തന്നെ ചേർക്കാവുന്നതാണ്. ഈ വടപ്പരിപ്പ് നമ്മൾ കുതിർത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്, അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ചേർക്കരുത്. ഏകദേശം ഒരു 3 മണിക്കൂറോളം കുതിർത്തെടുത്ത വടപ്പരിപ്പാണിത്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. നമ്മളിതിലേക്ക് കാരാവട തയ്യാറാക്കുമ്പോഴത്തേക്കും അധികം ചേരുവകളൊന്നും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് പച്ചമുളകും കൂടി. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ പച്ചമുളകിൽ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്. കൂടുതൽ മുളക് പൊടിയുടെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടിയാണ്. നമ്മുടെ സാധാരണ സാമ്പാർ കായ ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഒരല്പം കായപ്പൊടിയും കൂടി മിക്സ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് അരിപ്പൊടിയും കൂടി. വറുത്ത പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്രത്തോളം അളവിലാണ് വേണ്ടതെന്നുള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലാണ് പച്ചരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഫസ്റ്റ് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയുടെ അളവ് കൂടുതൽ ചേർത്ത് നമ്മളൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി ഇതിലേക്ക് വീണ്ടും 1 സ്പൂൺ കൂടി നമുക്ക് അരിപ്പൊടി ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ കാരാവടയുടെ മിക്സ് ഇരിക്കേണ്ടത്. അതായത് ഒരുപാട് ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കാനും പാടില്ല, അതുപോലെ തന്നെ തീരെ കട്ടിക്കും ഇരിക്കാൻ പാടില്ല. ഈ ഒരു ടെക്സ്ചറിൽ വേണം ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേണ്ട അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളിൻ്റെ ഷേപ്പിൽ, അതായത് ഒരുപാട് വലിയ ഷേപ്പിലും ആകാൻ പാടില്ല, ഒരുപാട് ചെറിയ ഷേപ്പിലും ആകാൻ പാടില്ല. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു ബോളിൻ്റെ ഷേപ്പിലാണ് കേട്ടോ നമ്മുടെ കാരാവട ഇരിക്കുന്നത്. ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും.
നമ്മളിതിലേക്ക് മാവിടുന്ന സമയത്ത് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിരുന്നാൽ മതിയാവും. കാരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇതിന് ഉൾഭാഗമൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം കളറ് മാറിയിട്ട് അകം വേകാതെ കിട്ടും. അതിൻ്റെ പേരിലാണ്. സാധാരണ തട്ടുകടയിലേക്ക് ഇത് മുങ്ങി നിൽക്കാനും ആവശ്യമായിട്ടുള്ള എണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കാറ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോഴത്തേക്കും അത്രയും എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു അളവിൽ തന്നെ ധാരാളം മതിയാവും. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കാരാവട തയ്യാറാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇതിനെ കൂട്ടായിട്ട് സൈഡായിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ചമ്മന്തി തന്നെയാണ്. തേങ്ങാ ചമ്മന്തിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൈഡ് ഡിഷ് ഇതിന്. അതായത് നമ്മളിങ്ങനെ തട്ടുകടയിലൊക്കെ പോയി വാങ്ങുമ്പോഴും നമുക്ക് അങ്ങനെ തരുന്നതും അങ്ങനെ തന്നെയാണ്. ഇതിൽ നിന്ന് ഒരു പീസ് കാരാവടയും അതുപോലെ തന്നെ സൈഡിൽ ഒരല്പം ചമ്മന്തിയും ഉണ്ടാവും. വളരെ രുചികരമായിട്ടാണ് കേട്ടോ അത് കിട്ടുന്നത്. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടല്ല ഇത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതായത് ഇതിന് ചുറ്റും എല്ലാ സ്ഥലവും ഒരുപോലെ തന്നെ മൊരിഞ്ഞിട്ടുണ്ടാവണം. ഇപ്പോൾ നമ്മുടെ ഈ കാരാവട എല്ലാം നല്ലതുപോലെ എല്ലാ സ്ഥലവും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്. ഫ്രൈ ചെയ്ത് എടുക്കാൻ സമയമാകുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് ഹൈയിലേക്ക് ഒന്ന് മാറ്റണം, ഒരു 30 സെക്കൻഡേക്ക്. അപ്പോഴത്തേക്കും എന്തെങ്കിലും എണ്ണയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്ത് പോയിക്കോളും. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കാരാവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം പുറം ഭാഗം ക്രിസ്പിയും അകം സോഫ്റ്റും ആയിട്ടുള്ള ഒരു കാരാവട ആയിരിക്കും എന്ന്. ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷ് എന്ന് പറയുന്നത് നല്ലൊരു ചമ്മന്തി കൂടിയാണ്. അപ്പോൾ ചമ്മന്തിയും കാരാവടയൊക്കെ വെച്ച് കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.